വിശദമായി നോക്കാം. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. പ്രദേശവാസിയായ നൌഫലിന്റെ വീടിനടുത്താണ് കടുവയെ കണ്ടത്. സ്ഥലത്ത് പോലീസും വനംവകുപ്പും പരിശോധന നടത്തുകയാണ്. പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഇവിടെയാണ് ശരിക്കും സ്കൂട്ടി എടുത്തിട്ട് ഓൻ പോയത്. ഓൻ പറഞ്ഞ വീട്ടിലാ പോകുന്നതാണ്. അവിടെ കടുവെള്ളെന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഇതിലേ പോയി. നേരത്തെ ബേസ് ക്യാമ്പിന് മുന്നിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധമുണ്ടായിരുന്നു. പിന്നീട് എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. ഓപ്പറേഷന്റെ ഭാഗമായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 10 ടീമംഗങ്ങളെ, അത് 8 പേരടങ്ങിയ 10 ടീമംഗങ്ങളെ നിരീക്ഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. വെടിവെക്കാനുള്ള ഉത്തരവ് നടപടികൾ ഉൾപ്പെടെയുള്ള ഉത്തരവ് അനുസരിച്ചിട്ട് മേൽ ടീം അംഗങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. കൂട്ടിലാണ് കടുവ അകപ്പെട്ടതെങ്കിൽ കാഴ്ച ബംഗ്ലാവിലേക്കാണ് മാറ്റുന്നത്. വനത്തിൽ 20 മീറ്റർ പരിധിയിലെ കാട് വെട്ടുന്നതിനുള്ള സമ്മതം ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ചെയ്തു വന്നിരുന്നതാണ്. അതൊരു ചെറിയ തടസ്സം കാരണം തുടരാതിരുന്നതാണ്. നാളെ മുതൽക്ക് വീണ്ടും തുടങ്ങും. അതേമാതിരി ഫെൻസിംഗ് ചെയ്യുന്നുള്ള ടെൻഡർ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ ഫെൻസിംഗ് ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ അത് കൂടെ തന്നെയാണ് കടുവ വന്നിട്ടുള്ളത്. ഫെൻസിംഗ് ചെയ്യുന്നുള്ള ടെൻഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസ്, ഫോറസ്റ്റ് രാത്രിയും പകലും സംയുക്തമായിട്ട് പെട്രോളിംഗ് നടത്തുന്നതാണ്. പിന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വാഹനങ്ങൾ വേണമെന്നാണ് പരീക്ഷാകാലത്ത് വേണ്ടത്. അപ്പൊ അത് നമ്മൾ 6 വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് തിങ്കളാഴ്ച മുതൽ പ്രവർത്തിക്കുന്നതാണ്. MS അനീഷ് കുമാർ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അനീഷ്, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് വീണ്ടും ജനവാസ മേഖലയിൽ കടുവയെ കണ്ടത്. അത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരൊറ്റ ഉത്തരമേ അറിയേണ്ടതുള്ളൂ, കേൾക്കേണ്ടതുള്ളൂ. അത് കടുവ കൂട്ടിലായി അല്ലെങ്കിൽ കടുവയെ വെടിവെച്ച് കൊന്നു എന്നുള്ള വിവരത്തിനായി നാട്ടുകാർ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ RRT സംഘത്തിൽ നിന്ന്? വിശദാംശങ്ങൾ. ഭവ്യ, ഇപ്പോഴും ജനങ്ങൾ ആശങ്കാകുലരായി തന്നെ തുടരുകയാണ്. പതിവിന് വിപരീതമായി നേരത്തെ തന്നെ ആളുകൾ വീടുകളിലേക്ക് കയറിയിരിക്കുന്ന കാഴ്ച നേരത്തെ നമ്മൾ കണ്ടു. ബേസ് ക്യാമ്പ് ഭാഗത്തൊക്കെ സമരം നടത്തിയും പ്രക്ഷോഭം നടത്തിയും ഇരുന്ന ആളുകളൊക്കെ കടുവയുടെ സാന്നിധ്യം വീണ്ടും ആ മേഖലയിൽ ഉണ്ടെന്നറിഞ്ഞതോടെ വളരെ തിടുക്കപ്പെട്ട് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന കാഴ്ച കണ്ടു. വീട്ടിൽ കുട്ടികളും പ്രായമായവരും ഒക്കെ തനിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പോയത്. വീണ്ടും മറ്റു ചില മേഖലകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ കടുവയാണോ എന്ന സംശയത്തിലുള്ള കോളുകളും മറ്റും പോലീസിനും വനംവകുപ്പിനും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. RRT സംഘങ്ങൾ കാടിനോട് ചേർന്ന ഈ ജനവാസ മേഖലകളിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരടങ്ങുന്ന ദൌത്യ സംഘങ്ങളും പട്രോളിംഗ് നടത്തുന്നു. 8 പേർ വീതമുള്ള 10 ബാച്ചുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ വനംവകുപ്പ് പരിശോധന നടത്തുന്നത്. തെർമൽ ഡ്രോൺ ക്യാമറകളടക്കം ഉപയോഗിച്ചുള്ള പരിശോധനകളാണ്. പ്രത്യേകിച്ചും നേരത്തെ ഈ വൈകുന്നേരത്തോടുകൂടി കടുവയെ കണ്ടു എന്ന് പറഞ്ഞ വീടിന് സമീപ പ്രദേശങ്ങളിലും ആ ഭാഗത്തെ കാടുകളോട് ചേർന്ന ഇടങ്ങളിലുമൊക്കെ പരിശോധനകൾ നടത്തുന്നു. പോലീസ് ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ തന്നെ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം കടുവയുണ്ടോ എന്ന സംശയങ്ങളുണ്ടെങ്കിൽ പോലീസിനെ ബന്ധപ്പെടണമെന്ന് ചൂണ്ടിക്കാട്ടി ഹോട്ട്ലൈൻ നമ്പറുകളൊക്കെ ഇതിനകം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങേയറ്റം ഭയചകിതരായാണ് ആളുകൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ജനങ്ങൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി ആ ബേസ് ക്യാമ്പിലേക്ക് പ്രക്ഷോഭവുമായി എത്തിയത്. അതിനുശേഷം നാടകീയമായ സംഭവങ്ങളാണ് നടന്നത്. മണിക്കൂറുകളോളം കളക്ടർ എത്തുമെന്ന് കാത്തിരുന്ന ജനങ്ങൾ അക്ഷമരായി ഒടുവിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിയുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. ഭവ്യ, MS അനീഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ